നമസ്കാരം, ഞാൻ സന്ധ്യ രഘുകുമാർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അഴിമതിയുടെ പ്രകമ്പനം. മെഡിക്കൽ കോഴയുടെ ഭൂകമ്പത്തിൽ വരച്ച സംസ്ഥാന BJP ഘടകം. കോടികളുടെ കോഴ ആരോപണത്തിന് വിധേയനായ RS വിനോദിനെ പാർട്ടി പുറത്താക്കിയതിന് പിന്നാലെ BJP നേതാക്കൾക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. പാർട്ടിയിൽ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിൽ ആലപ്പുഴയിൽ ഇന്ന് ചേരാനിരുന്ന കോർ കമ്മിറ്റി യോഗം റദ്ദാക്കാൻ തീരുമാനം. മുതിർന്ന നേതാക്കൾ കോഴ വാങ്ങിയെന്ന് കണ്ടെത്തിയത് പാർട്ടി അന്വേഷണ കമ്മീഷൻ തന്നെയെന്ന കുരുക്കിൽ സംസ്ഥാന നേതൃത്വം. കടുത്ത നടപടികൾക്ക് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരിക്കെ നാളെ ചേരുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ കൂടുതൽ പേർക്കെതിരെ നടപടി സാധ്യത. അന്വേഷണ റിപ്പോർട്ടിലെ ആരോപണങ്ങൾ നിഷേധിച്ച് MT രമേശും ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന RS വിനോദും. വർക്കലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിന് MCI അംഗീകാരം വാഗ്ദാനം ചെയ്ത വിനോദ് കൈപ്പറ്റിയത് 5,60,00,000 രൂപയെന്ന് അന്വേഷണ കമ്മീഷൻ. പരാമർശത്തിന് പിന്നാലെ വസ്തുത സ്ഥിരീകരിച്ച കമ്മീഷൻ ശുപാർശ ചെയ്യുന്നത് കടുത്ത അച്ചടക്ക നടപടി. ആരോപണങ്ങൾ ഗൗരവ സ്വഭാവമുള്ളതെന്ന വിലയിരുത്തലിൽ കേന്ദ്ര നേതൃത്വം. നിലയ്ക്കാത്ത തിരിച്ചടി. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് നില മെച്ചപ്പെടുത്താൻ കച്ചമുറുക്കിയ BJPക്ക് മെഡിക്കൽ കോഴ ആരോപണം കനത്ത തിരിച്ചടി. പാർട്ടി സംസ്ഥാന നേതാക്കളുടെ പ്രവർത്തനം അഴിമതിക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ച മോദിയുടെ നയങ്ങൾക്ക് വിരുദ്ധമെന്ന് ആക്ഷേപം. വിഷയം ദേശീയ തലത്തിൽ ചർച്ചയാക്കാൻ CPM-ഉം കോൺഗ്രസും. കേരളത്തിലെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ച BJP സംസ്ഥാന ഘടകത്തിന് നേരെ കടുത്ത നീരസവുമായി അമിത്ഷാ. ആരോപണ വിധേയർ ചെയ്തത് മാപ്പർഹിക്കാത്ത കുറ്റമെന്ന് പാർട്ടി ദേശീയ അധ്യക്ഷൻ. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന നേതൃത്വത്തിൽ അഴിച്ചുപണിക്കും സാധ്യത. അതേസമയം സംസ്ഥാന ഘടകത്തിൽ രൂക്ഷമാകുന്ന വിഭാഗീയതയും ചർച്ചാ വിഷയം. MT രമേശിന്റെ കൂടി പേര് പരാമർശിക്കുന്ന റിപ്പോർട്ട് ചോർത്തിയത് V മുരളീധരൻ പക്ഷമെന്ന് ആക്ഷേപം. തന്നെ അഴിമതി ആരോപണത്തിൽ ബലിയാടാക്കിയത് രമേശിന് ഉന്നമിട്ടെന്ന് പുറത്താക്കപ്പെട്ട RS വിനോദ്. കൊട്ടേഷൻ അല്ല, ബ്ലാക്ക്മെയിൽ കെണി. മുതിർന്ന നടിയെ തട്ടിക്കൊണ്ടുപോകാൻ 6 വർഷം മുമ്പ് പദ്ധതിയിട്ടത് താൻ ഒറ്റയ്ക്കെന്ന് വെളിപ്പെടുത്തി പൾസർ സുനി. നിർമ്മാതാവിന്റെ ഭാര്യയായ നടിയുടെ ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ഉദ്ദേശിച്ചിരുന്നതായും പ്രതി. ഒരു സംവിധായകന്റെ ഭാര്യയെ കൂടി ലക്ഷ്യമിട്ടെങ്കിലും പദ്ധതി പാളിയെന്നും പോലീസിന് നൽകിയ മൊഴിയിൽ സുനിൽകുമാർ. കേസിൽ സംവിധായകന്റെ ഭാര്യയായ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം. ഈ കേസിൽ സുനിക്ക് പുറമെ അറസ്റ്റിലായ 4 പ്രതികളും റിമാൻഡിൽ. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി പൾസർ സുനിക്കൊപ്പം ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനം. അതിനിടെ യുവനടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ പൾസർ സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയുടെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തി. രാവിലെ ആലുവ പോലീസ് ക്ലബ്ബിൽ ഹാജരായ പ്രതീഷ് ചാക്കോയെ ചോദ്യം ചെയ്യലിന് ശേഷം രാത്രിയോടെ വിട്ടയച്ചത് സ്റ്റേഷൻ ജാമ്യത്തിൽ. തൊണ്ടുമുതൽ ഒളിപ്പിച്ച കേസിൽ ഇയാളെ വീണ്ടും ചോദ്യം ചെയ്യും. മധുരത്തിൽ തീർന്ന സമരം. 3 ആഴ്ച പിന്നിട്ട സമരത്തിനൊടുവിൽ സ്വകാര്യ നഴ്സുമാർക്ക് കൈവന്നത് ശമ്പള വർധനവിന്റെ മധുരജയം. 50 കിടക്കകളുള്ള ആശുപത്രികളിൽ അടിസ്ഥാന ശമ്പളം 20,000 രൂപയാക്കാൻ ധാരണയായത് മുഖ്യമന്ത്രി നേതൃത്വം നൽകിയ സമവായ ചർച്ചയിൽ. വലിയ ആശുപത്രികളിലെ നഴ്സുമാരുടെ ശമ്പള വർധന നിശ്ചയിക്കാൻ ഉദ്യോഗസ്ഥ സമിതിക്കും തീരുമാനം. നഴ്സുമാരുടെ പരിശീലന കാലാവധിയും ഈ കാലയളവിലെ സ്റ്റൈപ്പൻഡും ഉദ്യോഗസ്ഥ സമിതിയുടെ ശുപാർശ അനുസരിച്ച്. ആരോഗ്യം, തൊഴിൽ, നിയമവകുപ്പ് സെക്രട്ടറിമാർക്ക് പുറമെ സമിതിയിൽ അംഗമായി ലേബർ കമ്മീഷണറും. ശുപാർശ റിപ്പോർട്ട് 1 മാസത്തിനകം സമർപ്പിക്കാനും ഉദ്യോഗസ്ഥ സമിതിക്ക് നിർദ്ദേശം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.